വിലയിരുത്തലുകളുമായി സാമൂഹ്യ നിരീക്ഷകൻ എ കെ രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എ കെ രഞ്ജിത്ത്, ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ പ്രചാരണം, സ്വാഭാവികമായിട്ടും ഇത്തരം ചില ദൃശ്യങ്ങൾ സാക്ഷര കേരളത്തിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് അത്ര പരിചിതമുള്ള കാര്യമല്ല. അപ്പോഴും ശ്രീ സുരേഷ് ഗോപി അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുമ്പോഴും ഇതിലുള്ള വിമർശനങ്ങൾ അത്ര എളുപ്പത്തിൽ ഒഴിവാകാനുള്ള സാധ്യതയുമില്ല. എങ്ങനെ കാണുന്നു? ഇതിനകത്ത് ഇതൊരു പുതിയ സംഭവമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ സാധാരണയായിട്ട് അവരുടെ പ്രവർത്തകരോട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അവർ വിമർശിക്കുന്നതൊന്നും നിങ്ങൾ പറഞ്ഞതുപോലെ പുതിയ കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ കോൺഗ്രസിന്റെ KPCCയുടെയും കോൺഗ്രസിന്റെയൊക്കെ നേതാക്കന്മാർ പലതവണ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് നമ്മളതിന്റെ പല വീഡിയോകൾ ചാനലുകളിലൂടെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സുധാകരൻ തന്നെ പലപ്പോഴായിട്ട് അവരുടെ പരിപാടികളിൽ ആളില്ല, ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കാറുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ തന്നെ, ഇന്നിപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ വെച്ച് പ്രവർത്തകരെ ആകെ ശാസിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ഇത് ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല, ഇതിനൊരു അച്ചടക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ശാസിക്കുന്ന വീഡിയോകൾ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേക ഒരു വാർത്താ പ്രാധാന്യം പൊതുവെ തൃശൂർ മണ്ഡലത്തിന് പൊതുവെ കിട്ടുന്ന ഒരു വാർത്താ പ്രാധാന്യം സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവൃത്തികൾക്കും കിട്ടുന്നുണ്ട്, വാർത്താ പ്രാധാന്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയായി വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു പുതുമ തീർച്ചയായിട്ടും ഇല്ല. അവരവരുടെ ശ്രീ സുരേഷ് ഗോപിയുടെ ചില ശൈലികൾ വല്ലാതെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു കൈനീട്ട വിവാദം തൊട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചില ശൈലികൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പ്രവർത്തകരെ ഒന്നടങ്കം വിമർശിക്കുന്ന സ്ഥിതിഗതികളൊക്കെ KPCC അധ്യക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില മാനറിസങ്ങൾ വല്ലാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ പരിഹാസത്തിന്റെ രീതിയിലേക്ക് തന്നെ കടക്കുന്ന ഒരു തരത്തിലൊക്കെ പോകുന്നുണ്ട്. അത് തുടരുകയാണ്. അത് ഒന്നോ രണ്ടോ വിഷയം കൊണ്ടല്ല, അത് വീണ്ടും വീണ്ടും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. BJP നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ എടുത്തു പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു 20% രാഷ്ട്രീയക്കാരനാണ്. അത് ശരിയുമാണ് സത്യത്തിൽ. കാരണം അദ്ദേഹത്തിന്റെ വികാരങ്ങളൊന്നും അങ്ങനെ മറച്ചു വയ്ക്കുന്ന ഒരാളല്ല. സ്നേഹം വരുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുകയും കെട്ടിപ്പിടിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുകയും കണ്ണീര് വരുമ്പോൾ കരയുകയും ചിരിക്കേണ്ട സന്ദർഭങ്ങൾ ആർത്ത് ചിരിക്കുകയും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രവർത്തകരോടൊപ്പം നൃത്തം ചെയ്യുന്ന സുരേഷ് ഗോപി, അങ്ങനെയൊക്കെ പല ദൃശ്യങ്ങൾ നിറയുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അടിമുടി ഒരു രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരൻ്റെതായ കൗശലങ്ങളോ അതിൻ്റെതായ പ്രായോഗികതയൊന്നും നമ്മൾ അദ്ദേഹത്തിൽ കാണാനും കഴിയില്ല. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഒരു ചാനലിന്റെ മേധാവിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു രോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും സംഭാഷണത്തിലും ഒക്കെ അത് നിറഞ്ഞു നിൽക്കുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് പെരുമാറുന്ന ഒരാളാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ ആ തരത്തിൽ തന്നെ വിലയിരുത്തിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ കെ രഞ്ജിത്ത്, ദയവായി ഒന്ന് തുടരുക. ശ്രീ ജോർജ് പടിപ്പാറ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് പടിപ്പാറ, വളരെയധികം വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട്